നിങ്ങളുടെ വീടുകളിൽ എത്രയൊക്കെ അധ്വാനിച്ചാലും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും മാനസികമായിട്ടുള്ള വിഷമതകളും ആരോഗ്യ പ്രശ്നങ്ങളും എന്തെന്നില്ലാത്ത കാര്യതടസ്സങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നത്തെ അധ്യായത്തിൽ പറയുന്ന ഏതെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായും പരിശോധിക്കുക. കാരണം വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഉയർച്ച താഴ്ചകളെ വളരെയധികം ബാധിക്കുന്ന ഒരു ഭാഗമാണ് വീടിൻ്റെ അടുക്കള എന്നുള്ളത്. ചില പാത്രങ്ങളും ചില വസ്തുക്കളും വീടിൻ്റെ അടുക്കളയിൽ ഒരുമിച്ച് വയ്ക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് വളരെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത രീതിയിൽ വന്നു ചേരുവാൻ ഇടയാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ചില പാത്രങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയേറെ ദോഷങ്ങൾക്ക് കാരണമാകുന്ന ഒന്നായിട്ടാണ് വാസ്തുശാസ്ത്രം കണക്കാക്കുന്നത്. ആ വീട്ടിൽ എന്തെന്നില്ലാത്ത മനസമാധാനക്കേടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും ദുരിതങ്ങളും എന്നുവേണ്ട ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു വസ്തുക്കളും നിങ്ങൾ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് അടുക്കളയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അടുക്കളയിൽ ഒരുമിച്ച് വയ്ക്കുവാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി പല വീടുകളിലും ചെയ്യുന്ന ഒരു തെറ്റാണ് വീട്ടിലെ അടുക്കളയിൽ കഞ്ഞി വയ്ക്കുന്ന അടുപ്പിനോട് ചേർത്ത് വെള്ളം നിറച്ച് പാത്രങ്ങൾ വയ്ക്കുന്നത്. അതായത് അടുപ്പ് എന്ന് പറയുന്നത് അഗ്നിയെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ അതിനടുത്തായി ജലം നിറച്ച പാത്രങ്ങൾ വയ്ക്കുന്നത് വളരെ വലിയ ദോഷങ്ങളായിരിക്കും നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അഗ്നി, ജലം എന്നീ രണ്ടു കാര്യങ്ങൾ വിപരീതമായി വരുന്നതിനാൽ തന്നെ ഇപ്രകാരം കഞ്ഞി വയ്ക്കുന്ന അടുപ്പിനോട് ചേർത്ത് ജലം നിറച്ച പാത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഭവനത്തിലേക്ക് കുടുംബ പ്രശ്നങ്ങളും കലഹങ്ങളും മനസ്സമാധാനക്കേടുകളും വളരെയധികം വന്നു ചേരുവാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളം ഏതെങ്കിലും പാത്രത്തിൽ പിടിച്ചു വയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അടുപ്പിനോട് ചേർത്ത് ആകുവാൻ പാടില്ല. എന്നാൽ ഭക്ഷണം പാകം ചെയ്യുവാനായും മറ്റും ജലം ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഭക്ഷണം പാകം ചെയ്യുവാനല്ലാതെ വെറുതെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുവാനായി മറ്റു പാത്രങ്ങളിൽ നിറച്ച് വെള്ളം വയ്ക്കുന്നതിൽ ആണ് ദോഷഫലങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാനേ പാടില്ല. ഇനി രണ്ടാമതായി നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ ഒരുമിച്ച് വയ്ക്കുവാൻ പാടില്ലാത്ത രണ്ട് വസ്തുക്കളാണ് ചിരവിയും ചൂലും. ഈ ചൂല് എന്ന് പറയുന്ന വസ്തു ലക്ഷ്മി സാന്നിധ്യം വളരെയധികം നിലനിൽക്കുന്ന ഒരു വസ്തുവായതിനാൽ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ അടുക്കളയിൽ ചൂല് വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മാത്രമല്ല ചൂലും ചിരവയും അടുത്തിരിക്കുന്ന ഭവനങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ വിട്ടുമാറാത്ത തരത്തിൽ നിങ്ങളെ അലട്ടുന്ന അവസ്ഥകളായിരിക്കും നിലനിൽക്കുന്നത്. കുടുംബത്തിലുള്ളവർ തമ്മിൽ ഒരു തരത്തിലുള്ള ഐക്യവും ഉണ്ടാകാതെ എപ്പോഴും മനസ്സമാധാനക്കേടുകളും സാമ്പത്തികമായി എന്തെന്നില്ലാത്ത തകർച്ചയും വന്നു ചേരുവാനും വീട്ടിലെ സ്ത്രീകൾക്ക് കണ്ണീരൊഴിഞ്ഞിട്ട് ഒരു നേരമില്ലാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളും ഇതിലൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വസ്തുക്കൾ ഒന്നിച്ചു വയ്ക്കുന്ന വീടുകളായിരുന്നു നിങ്ങളുടേതെങ്കിൽ ഇനിയെങ്കിലും ഈ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കുക. ഇനി മൂന്നാമതായി ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ ഉപ്പ് പാത്രത്തിനും മഞ്ഞൾ പാത്രത്തിനും അടുത്തായി
വയ്ക്കുവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എള്ള് ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം. അതായത് മഞ്ഞൾ, ഉപ്പ് എന്നീ 2 വസ്തുക്കളും നിങ്ങളുടെ ഭവനത്തിലേക്ക് വളരെയധികം പോസിറ്റീവ് ഊർജം പ്രദാനം ചെയ്യുന്നവയും ലക്ഷ്മി ചൈതന്യം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന വസ്തുക്കളുമാണ്. എന്നാൽ നേരെ മറിച്ച് എള്ള് എന്ന് പറയുന്നത് ആഭിചാര കർമ്മങ്ങൾക്കും മരണാനന്തര ചടങ്ങുകൾക്കും ഉപയോഗിക്കുന്ന ഒരു വസ്തു കൂടിയാണ്. അതിനാൽ തന്നെ ഉപ്പ്, മഞ്ഞൾ എന്നിവ വച്ചിരിക്കുന്ന പാത്രത്തോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ എള്ള് സൂക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് എന്തെന്നില്ലാത്ത ദുഃഖങ്ങളും ശുഭകരമല്ലാത്ത കാര്യങ്ങളും വന്നു ചേരുവാനിടയാവുകയും വളരെയധികം ദാരിദ്ര്യവും കഷ്ടതകളും നിങ്ങളുടെ ഭവനത്തിനെ വേട്ടയാടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയാക്കുകയും ചെയ്യും. അതായത് എത്രയൊക്കെ അധ്വാനിച്ചാലും ഒരു ഉന്നമനം ആ വീട്ടിൽ കാണുവാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റ് ഇതുവരെ ചെയ്തിരുന്നവരാണെങ്കിൽ ഇനി ഒരു തവണ കൂടി അത് ചെയ്യുവാൻ നിങ്ങൾ നിൽക്കരുത്. ഇനി 4-മതായി, ഒരു കാരണവശാലും അടുക്കളയിൽ ഒരുമിച്ച് വയ്ക്കുവാൻ പാടില്ലാത്ത 2 കാര്യങ്ങളാണ് അരിപ്പാത്രവും വേസ്റ്റ് പാത്രവും. അതായത് ചില വീടുകളിൽ അരി സൂക്ഷിച്ച് വയ്ക്കുവാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അടുക്കളയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരുപക്ഷെ വേസ്റ്റൊക്കെ ഇടുന്ന പാത്രത്തിൻ്റെ അടുത്ത് തന്നെയായിരിക്കും അരിപ്പാത്രവും വയ്ക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു തെറ്റു ചെയ്യുന്ന വീടുകളാണെങ്കിൽ പോലും അവിടെ എപ്പോഴും പല വിധത്തിലുള്ള ദുരിതങ്ങളും ദാരിദ്ര്യവും വിട്ടുമാറാത്ത സാഹചര്യങ്ങളായിരിക്കും നിലനിൽക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമല്ല, ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വീടുകളിൽ നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ വീടിൻ്റെ അടുക്കളയിൽ അരിപ്പാത്രവും വേസ്റ്റ് പാത്രവും ഒരുമിച്ച് വയ്ക്കുവാൻ പാടില്ല. ഇനി 5-മതായി, ഒരു കാരണവശാലും വീടിൻ്റെ അടുക്കളയിൽ മുഖാമുഖമായി വയ്ക്കുവാൻ പാടില്ലാത്ത 2 വസ്തുക്കളാണ് ചിരവയും മുറവും. ഈ മുറം എന്ന് പറയുന്നത് വളരെയധികം ലക്ഷ്മി സാന്നിധ്യം നിലനിൽക്കുന്ന ഒരു വസ്തുവാണ്. എന്നാൽ ഈ മുറവും ചിരവയും തൊട്ടടുത്തായി നിങ്ങളുടെ അടുക്കളയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു തരത്തിലുള്ള ഉയർച്ചയും പ്രതീക്ഷിക്കേണ്ടത് പോലുമില്ല. കാരണം ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് മുതൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള തിരിച്ചടികളും നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഉയർച്ചയും വീട്ടിൽ നിലനിൽക്കുന്ന കഷ്ടതകളിൽ നിന്ന് മാറ്റവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിയേ മതിയാകൂ. ഇനി അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് എന്തൊക്കെ വസ്തുക്കളാണ് ഒരു കാരണവശാലും അടുക്കളയിൽ വയ്ക്കുവാൻ പാടില്ലാത്തത് എന്നുള്ളതിനെ പറ്റി ധാരണയില്ലാത്തതിനാലാവാം ചില വീടുകളിലൊക്കെ വീടിൻ്റെ അടുക്കളയിൽ നിരവധി മരുന്നുകൾ സൂക്ഷിക്കുന്നതായി കാണുവാൻ കഴിയും. അതായത് എടുക്കുവാനുള്ള എളുപ്പത്തിന് അടുക്കളയിലെ ഷെൽഫിലും ഫ്രിഡ്ജിൻ്റെ മുകളിലുമായി മരുന്നുകൾ സൂക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നത് അതീവ ദോഷകരമായി കണക്കാക്കപ്പെടുന്നു. മരുന്നുകൾ വീടിൻ്റെ അടുക്കളയിലല്ലാതെ വീടിൻ്റെ മറ്റേതെങ്കിലും മുറികളിൽ പ്രത്യേക ഭാഗങ്ങളിലായി വയ്ക്കുന്നതിൽ തെറ്റില്ല. നേരെ മറിച്ച് അടുക്കളയിൽ എവിടെയെങ്കിലും മരുന്ന് വയ്ക്കുന്ന വീടുകളാണെങ്കിൽ അവിടെ ആരോഗ്യ പ്രശ്നങ്ങളും ആയുസ്സിന് വരെ ആപത്താകുന്ന തരത്തിലുള്ള പ്രതിസന്ധികളും നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മരുന്നുകൾ മാത്രമല്ല, അടുക്കളയിൽ പൊട്ടിയ പാത്രങ്ങൾ, ചെരുപ്പ് എന്നിവയൊന്നും ഒരു കാരണവശാലും നിങ്ങൾ കൊണ്ടുപോയി വയ്ക്കരുത്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ചില വീടുകളിൽ അടുക്കളയിലും ക്ലോക്കുകൾ ഉണ്ടാകും. എന്നാൽ അത് ഒരു കാരണവശാലും തെക്ക് ഭാഗത്താകരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ദുഃഖമൊഴിഞ്ഞിട്ട് ഒരു സമയമുണ്ടാവില്ല. മാത്രമല്ല, അടുക്കളയിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്ക് ഓടുന്നില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ അവിടെ
തൂക്കിയിടരുത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഏഴാമതായി വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ വളരെയധികം ദോഷകരമായി കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ് വീടിൻ്റെ അടുക്കളയിൽ അടുപ്പിനോട് ചേർന്ന് അരകല്ല് വയ്ക്കുന്നത്. അതായത് ഒരു കാരണവശാലും അരകല്ലും അടുപ്പും തൊട്ടടുത്തായി വരുന്നത് പോലെ വയ്ക്കുവാൻ പാടില്ല. അടുപ്പിൻ്റെ തൊട്ടടുത്ത് വയ്ക്കാതെ അടുക്കളയുടെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റിവെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി നേരെ മറിച്ച് അടുപ്പിനോട് ചേർത്ത് അരകല്ല് വയ്ക്കുന്ന വീടുകളിലെ സ്ത്രീകൾക്ക് നിരന്തരം വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളും മനസ്സിന് സമാധാനമില്ലാത്ത സാഹചര്യങ്ങളും കുടുംബത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും നേരിടേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 7 കാര്യങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഒരു നേട്ടങ്ങളും ആ വീടിനെ തേടിയെത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തെറ്റുകൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.